ഒരു രാജ്യം എന്ന ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഏകരാജ്യ സങ്കല്പം. സ്വാഗതം. നാം ഈ അടുത്ത കാലത്ത് ഏകം 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 രാഷ്ട്രീയമായ ഏകം, അദ്വൈത ദർശനത്തിൽ ഏകത്തെപ്പറ്റി വളരെ അത്ഭുതാവഹമായി പ്രതിപാദിക്കുന്നുണ്ട്. ആത്യന്തികമായ എല്ലാം ഒന്നാണ്, തത്വമസി. എന്നാൽ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഏകം എന്ന വാക്ക്, എന്ന ആശയം ആധ്യാത്മിക ദാർശനിക പശ്ചാത്തലത്തിൽ ഏകമെന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ വ്യക്തത വരേണ്ടത് വളരെ ആവശ്യമായതുകൊണ്ടാണ് അല്പം സങ്കീർണമാണ് എങ്കിലും ഈ വിഷയത്തെ വളരെ അടിസ്ഥാനപരമായി ഒന്ന് സ്പർശിക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ കൈകാര്യം ചെയ്യുക ഇപ്പോൾ ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുവാൻ ഇടയായത്. ശ്രീ നരേന്ദ്രമോദി വൺ നേഷൻ, വൺ ടാക്സ്, വൺ ഇലക്ഷൻ, വൺ കൾച്ചർ, ഇങ്ങനെ വൺ. ഇന്ത്യ മഹാരാജ്യം ഒന്നാണ്, യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത ജീവൻ പണയപ്പെടുത്തിയും വിലമതിക്കുവാനും സംരക്ഷിക്കുവാനും നാം ഏവരും ബാധ്യസ്ഥരാണ്. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ബലഹീനത വരുത്തുന്ന ഒന്നും നമുക്ക് സ്വീകാര്യമല്ല. അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സ്വീകാര്യമാകരുത്. എന്നാൽ ആ അർത്ഥത്തിലല്ല ഏക രാഷ്ട്രം, ഏക ടാക്സ്, ഏക സംസ്കാരം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതേത് തരത്തിൽ, ഏത് തോതിൽ വരെ പ്രാവർത്തികമാണ് അല്ലെങ്കിൽ പ്രാവർത്തികമല്ല എന്നതിനെപ്പറ്റി നമുക്കേവർക്കും സ്പഷ്ടത ആവശ്യമാണ്. അതിനേക്കാൾ ഉപരിയായി ശ്രീ നരേന്ദ്രമോദിക്ക് ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ സഖ്യ കക്ഷികളിലെ ബുദ്ധിരാക്ഷസന്മാർ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വ്യക്തത നൽകുവാൻ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്ലാസ് പകുതി വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ല പകുതി വെള്ളമില്ല എന്നതല്ല, വെള്ളം നിറഞ്ഞിരിക്കുന്നു, പകുതി വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. ഏകം എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ യൂണിറ്റി എന്നും യൂണിഫോർമിറ്റി എന്നും രണ്ട് വാക്കുണ്ട്. യൂണിറ്റി ആൻഡ് യൂണിഫോർമിറ്റി. സംഘപരിവാറിൻ്റെ ഏകത്വം എന്നത് യൂണിഫോമിറ്റിയാണ്, യൂണിറ്റി അല്ല. എന്നാൽ നിങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കുമെങ്കിൽ അതിൽ സ്വപ്നം കാണുന്നത് യൂണിറ്റിയാണ്, യൂണിഫോമിറ്റി അല്ല. ഞാൻ അനേക വർഷങ്ങൾക്ക് മുൻപാണ് പുസ്തകം വായിച്ചത്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കമൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. എന്നാൽ അതിലൊരു സെൻറ്റൻസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് നിങ്ങളുമായി ഒന്ന് പങ്കിട്ടുകൊള്ളട്ടെ. ഭാരതത്തെപ്പറ്റി, ഇന്ത്യയെപ്പറ്റി, ഭാരത് എന്ന വാക്കല്ല അദ്ദേഹം ഉപയോഗിക്കുന്നത്, ഇന്ത്യ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഡിസ്കവറി ഓഫ് ഇന്ത്യ. കാരണം ഭരണഘടനയുടെ പ്രിഫേസ് അങ്ങനെയാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഗിവ് ടു അവർ സെൽവ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം എന്താണ്? അത് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നത്, ഇന്ത്യ ഈസ് എ ബണ്ടിൽ ഓഫ് കോൺട്രഡിക്ഷൻസ് ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ആൻഡ് ഇൻവിസിബിൾ ത്രെഡ്സ് എന്നാണ് ആ സെൻറ്റൻസ്. ഞാൻ ഏകദേശം കറക്റ്റായിട്ട് തന്നെയാണ് കൂട്ടിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ ഈസ് എ ബണ്ടിൽ ഓഫ് കോൺട്രഡിക്ഷൻസ്. അപ്പോൾ അതൊരു ഏകത്വമാണ്, ബണ്ടിൽ ഓഫ് കോൺട്രഡിക്ഷൻസ് ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ആൻഡ് ഇൻവിസിബിൾ ത്രെഡ്സ്. ആ ഒരു ദർശനത്തിൽ ഒരു ഗാംഭീര്യമുണ്ട്,
ചരിത്രബോധമുണ്ട്, ജീവിത യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയുള്ള ബഹുമാനമുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഏകത്വത്തെ പറ്റിയുള്ള ആ കാഴ്ചപ്പാട്, സമീപനം എല്ലാം കൊട്ടുവടി കൊണ്ടടിച്ച് താഴ്ത്തി എല്ലാറ്റിനെയും ഒരേ ഷേപ്പിലാക്കുക. ഇപ്പോൾ ഒരു നിയമം നമുക്ക് കൊണ്ടുവരാം. ഭാരതത്തിൽ കാറ് വിൽക്കണമെങ്കിൽ എല്ലാ കാറുകൾക്കും ഒരൊറ്റ ഷേപ്പേ ആകാവൂ. അപ്പം കാറ് ഉണ്ടാക്കുന്ന കമ്പനികൾ എന്ത് ചെയ്യും? ഈ ഓരോ കാറും കൊണ്ടുവന്ന് തച്ചുടച്ച് ഒറ്റ ഒരു അച്ചിലാക്കി വീണ്ടും നിർമ്മിച്ച് വെളിയിൽ വിടണം. അതൊരു നേട്ടമാണോ അല്ലയോ? ഇതാണ് ചോദിക്കാറ്. വേണ്ട, നമുക്ക് കാറിലേക്ക് പോകണ്ട. നമ്മളിപ്പോൾ 2024 ഇലക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് കയറിയതല്ലേ ഉള്ളൂ. അതിൻ്റെ അനുഭവത്തിൽ കൂടെ പറയുമ്പോൾ അത് ഏവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിനെ ആശ്രയിച്ച് ഈ ആശയത്തെ ഒന്ന് പരാമർശിച്ചു കൊള്ളട്ടെ. ഒരു പക്ഷേ 2024 പൊതു തിരഞ്ഞെടുപ്പിൽ മോദി, അമിത്ഷാ, അതുപോലെ തന്നെ സംഘ് പരിവാർ ക്യാമ്പിലുള്ള ആളുകൾ പൊതുവെ ഉദ്ദേശിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഫലം, റിസൾട്ട് കിട്ടാതെ പോയതിൻ്റെ ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളിതിനോട് യോജിക്കുമല്ലോ എന്നറിയില്ല. നിങ്ങൾ ഈ പ്രക്രിയ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യോജിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണെന്ന് പറഞ്ഞില്ല. അപ്പം നിങ്ങൾ യോജിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ. നിങ്ങൾ മോദിയുടെ ഇലക്ഷൻ പ്രചരണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. അത് ഒരുപോലെയാണ് പറയുന്നത്. മോദിക്ക് ഗ്യാരണ്ടി. നിങ്ങൾ ആർക്ക് വോട്ട് കൊടുത്താലും അത് മോദിക്കുള്ള വോട്ടാണ്. അങ്ങനെ മറ്റും പിന്നെ കോൺഗ്രസിനെ കുറച്ച് വിമർശിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ പാക്കേജ് എന്താണെന്ന് നമുക്കറിയാം. ഇത് ഇത്രമാത്രം വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ഒരേ പാട്ട് പാടുക, ഒരേ ടോണിലത് പാടുക, അങ്ങനെ ഉള്ള സമീപനം കൊണ്ട് BJPക്ക് ഗണ്യമായ നഷ്ടം വന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ ഇതെങ്ങനെ കാണുന്നു? അപ്പോൾ ഈ BJP താത്വികമായി അല്ലെങ്കിൽ ഐഡിയോളജിക്കലായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഏകത്വം, യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഏകത്വം, അത് തട്ടുകേടാണ്. അത് പ്രയോജനം ചെയ്യുന്നതല്ല. അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്, ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണ്. പിന്നെ നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവസങ്കല്പങ്ങൾക്ക് വ്യത്യസ്തം. ഇപ്പം ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ 33 കോടി ദൈവങ്ങളുണ്ടെന്നുള്ളതാണ്. അവിടെ എങ്ങനെയാണ് ഏകത്വം പറയുന്നത്? അപ്പോൾ ദൈവങ്ങളുടെ ഇടയിൽ ഏകത്വം നമുക്ക് സൃഷ്ടിക്കാനൊക്കും. ഇപ്പം ദൈവങ്ങൾക്ക് അനേകത്വമാണ് അഭികാമ്യമെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ ഏകത്വം, യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഏകത്വം അഭികാമ്യമാകുന്നത്? ഇതെന്തുകൊണ്ടാണ് അയാൾ ചിന്തിക്കാത്തത്? മാത്രമല്ല, ഇപ്പോൾ നമുക്ക് പ്രാവർത്തികമായ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. UP പോലെ അല്ല കേരളം, കേരളം പോലെ അല്ല UP, വേണ്ട കേരളം പോലെയല്ല തമിഴ്നാട്, തമിഴ്നാട് പോലെ അല്ല കർണാടക, കർണാടക പോലെ അല്ല തെലങ്കാന, ആന്ധ്രാപ്രദേശ് പോലെ അല്ല മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര പോലെ അല്ല രാജസ്ഥാൻ, ഇവയൊന്നും പോലെയല്ല ഡൽഹി. ഇത്ര വൈവിധ്യമാർന്ന ഒരു ഉപഭൂഖണ്ഡത്തിൽ ഒരേ ഒരു പാട്ടും കൊണ്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 6 ആഴ്ച പാടി നടന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാൽ നഷ്ടമേ വരികയുള്ളൂ എന്ന് ഇലക്ഷൻ റിസൾട്ട് തെളിയിച്ചിരിക്കുന്നു. ഈ അനുഭവത്തിൽ കൂടെയെങ്കിലും ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട്, ചിന്തിക്കാൻ കഴിവുള്ളവനായതുകൊണ്ട്, യാഥാർത്ഥ്യബോധമുള്ള വ്യക്തിയായതുകൊണ്ട്, താൻ ഇതുവരെ അന്ധമായി വിശ്വസിച്ചിരുന്ന പ്രകൃതി വിരുദ്ധമായ, ജീവിതമർമ്മത്തിന് ഘടകവിരുദ്ധമായ ഈ
ഏകത്വം, അനേകത്തെ വെറുക്കുകയും അതിനെ നശിപ്പിക്കുകയും എല്ലാം ഒരേ അച്ചിൽ നിന്ന് വാർത്തെടുക്കുക. അപ്പം അങ്ങനെയുള്ള പ്രകൃതി വിരുദ്ധമായ ഈ ഏകത്വത്തെ അത് അർഹിക്കാത്ത പ്രാധാന്യം കൊടുത്ത് ദൈവികമാക്കി വച്ചതിൻ്റെ ഫലമായിട്ട് എന്ത് നാം നേടിയെടുത്തു? അസഹിഷ്ണുതയുടെ ഒരു മതവികാരമുണ്ടാക്കി. ഏകത്വം എന്നത് യൂണിഫോമിറ്റി ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വൈവിധ്യങ്ങളോട് വൈരാഗ്യം തോന്നുന്നു. ദ ഡിഫറൻറ്റ് ഈസ് പെർസീവ്ഡ് ആസ് എൻ എനിമി. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്, തൊപ്പി വെച്ചവനെ നോക്കിക്കോണം, അവരുടെ വസ്ത്രം നോക്കിയാൽ അറിയാം അവരാരാണെന്ന്. ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. അവർ വ്യത്യസ്തമാണ്, അവർ ഒരേ അച്ചിൽ നിന്നിറങ്ങിയവരല്ല. അപ്പോൾ വൈവിധ്യങ്ങളോടുള്ള വൈരാഗ്യം, അതിൽ നിന്ന് എന്ത് നന്മയാണ് പ്രാപിക്കാൻ കഴിയുന്നത്? ഇതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും എന്തുകൊണ്ടോ ഭവ്യത നടിച്ച് ഇത് പറയുന്നത് ഏതാണ്ട് അശ്ലീലം പോലെയാണ് എന്ന ഒരു എന്നെ ഭയപ്പെടുത്തുന്ന ഈ മൗനം, അതിനല്പം ഒരു വ്യത്യാസം വന്നിട്ട് ഇങ്ങനെയുള്ള മൗലികമായ ആശയങ്ങളെപ്പറ്റി അല്പം തുറന്ന ഒരു രാഷ്ട്രീയ സംവാദം നടക്കണം. സംവാദത്തിൽ കൂടെ മാത്രമേ വ്യക്തത പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. നത്തിങ് ഈസ് അണ്ടർസ്റ്റുഡ് ക്ലിയർലി അൺടിൽ ഇറ്റ് ഈസ് ഡിബേറ്റഡ് ഫ്രീലി ആൻഡ് ഓപ്പൺലി. ഇതാണ് എൻ്റെ തത്വം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ പരിഗണനയ്ക്കായി ഞാൻ ഒന്ന് ഉയർത്തിപ്പിടിക്കുന്നു. ഇതാരെയും വ്യക്തിപരമായി വിമർശിക്കുവാനോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരെ ഒരു വികാരം സൃഷ്ടിക്കുവാനോ അല്ല. അങ്ങനെ സൃഷ്ടിക്കാനുള്ള കഴിവെനിക്കില്ല. അത് ഞാൻ സന്തോഷിക്കുന്നു. അതെൻ്റെ ലക്ഷ്യവുമല്ല. ഇനി മറ്റൊരു ഉദാഹരണം നാം ശ്രദ്ധിച്ചാൽ, GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GST, അത് ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിൽ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് 1 നേഷൻ 1 ടാക്സ് എന്നാണ്. 1 നേഷൻ 1 ടാക്സ്. അങ്ങനെ ഇതുവരെ ആയിട്ടില്ലല്ലോ. അങ്ങനെ 1 നേഷൻ 1 ടാക്സ് ആണെങ്കിൽ ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പെട്രോളിന് ഒരേ വിലയല്ലേ കൊടുക്കേണ്ടത്? അങ്ങനെയാണോ? കേരളത്തിലെ പെട്രോളിൻ്റെ വിലയാണോ തമിഴ്നാട്ടിൽ? തമിഴ്നാട്ടിലെ വിലയാണോ ഡൽഹിയിലെ വിലയാണോ കൊൽക്കത്തയിൽ? അല്ല, രാജ്യത്തിലുടനീളം വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ വൈവിധ്യം സ്വീകാര്യമാണ്. അവിടെ ഏകത്വം അസ്വീകാര്യമാണ്. ഏകത്വം പാടില്ല, കാരണം ഇച്ചിരി നഷ്ടം വരുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ഏകത്വം എന്ന് പറയുന്ന ആശയത്തോട് നമുക്ക് വാസ്തവത്തിൽ വലിയ താല്പര്യമോ പ്രതിപത്തിയോ ഒന്നുമില്ല. അത് പറഞ്ഞാൽ രാഷ്ട്രീയമായ ലാഭമുണ്ടാകുമെന്നതുകൊണ്ട് അത് ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ ടാക്സിൻ്റെ കാര്യം വരുമ്പോൾ ഏകത്വം പറഞ്ഞുകൊണ്ടിരുന്ന നഷ്ടം വരും എന്ന് പറയുമ്പോൾ അത് അമുക്കിക്കളയുന്നു. ഇത് ഒരു വിധത്തിൽ ഇങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തതയും ഒരു കൺസിസ്റ്റൻസിയും ഉണ്ടാകണം. ഒരു കാര്യത്തിൽ ഏകത്വം, മറ്റേ കാര്യത്തിൽ അനേകത്വം. ഇവിടെ അനേകത്വം വന്നാൽ വലിയ ശിക്ഷ തരും, അവിടെ ഏകത്വം പറഞ്ഞാൽ അടികൊള്ളും എന്നതെങ്ങനെയാണ്? സ്വന്തം തലച്ചോറിനെ മാനിക്കുന്ന ഒരു ജനതയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വൈരുദ്ധ്യങ്ങൾ എങ്ങനെയാണ് കണ്ണുമടച്ച് വിഴുങ്ങി സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാറ്റിനും ഉപരിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകത്വം എന്ന് പറയുന്ന ആശയം അതിൻ്റെ സങ്കീർണതയിൽ നാം മനസ്സിലാക്കണം. അനേകത്വമുണ്ടെങ്കിൽ മാത്രമേ ഏകത്വം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം രാത്രി ഉണ്ടെങ്കിലേ പകലുണ്ടാകുകയുള്ളൂ, പകലുണ്ടെങ്കിലേ രാത്രി ഉണ്ടാകുകയുള്ളൂ, പകലും രാത്രിയും കൂടിയെങ്കിൽ മാത്രമേ ഒരു ദിവസം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ BJPക്ക് 400 സീറ്റ് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ 2/3 മെജോറിറ്റി. അപ്പോൾ ഒരു നിയമം പാസ്സാക്കുകയാണ്. ഭാരതത്തിലെ ഇന്ന് തൊട്ട് ഭാരതത്തിലെ കലണ്ടറുകളിൽ ദിവസങ്ങൾ നിശ്ചയിക്കുന്നത് ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ പകൽ, രണ്ടും കൂടി ഉൾപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം
ഏകത്വത്തിന് കോട്ടം വരും എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മുഴുവൻ ഭ്രാന്ത് പിടിച്ചെന്നല്ലേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ ഏകത്വം എന്ന് പറയുന്നൊരാശയമുണ്ട്. പക്ഷേ ആ ആശയം ജീവിത യാഥാർത്ഥ്യങ്ങളോടും പ്രകൃതിയുടെ നിയമങ്ങളോടും ദൈവം വിഭാവന ചെയ്ത ഈ പ്രപഞ്ചത്തിൻ്റെ ആകമാനമായ ഗാംഭീര്യത്തോടും യോജിച്ച തലത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൽ അനേകത്വം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നെഹ്റു ഭാരതത്തെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആശയത്തിൽ കൂടെ അവതരിപ്പിക്കുന്നത്. അത് അദ്വൈത ഫിലോസഫിയാണ്. ഇപ്പോൾ നെഹ്റു സെക്യുലറാണെന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഹിന്ദു ദാർശനികതയോട് വലിയ അടുത്ത ബന്ധമുണ്ട്. ഒരു ഭാരതീയൻ എന്ന നിലയിൽ അദ്വൈത ഫിലോസഫിക്ക് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ എൻ്റെ പല ആശയങ്ങളും അദ്വൈത ഫിലോസഫിയുമായിട്ടുള്ള ഏതാണ്ട് ചെറിയ പരിചയം, വലിയ അറിവൊന്നും എനിക്കില്ല. അങ്ങനെ കുറച്ചുകൂടെ സ്പഷ്ടമാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നന്ദിയോടെ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. നന്മ ഏത് ദിശയിൽ നിന്ന് വന്നാലും അത് സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് പൊതുവെ നൽകിക്കൊണ്ടിരിക്കുന്ന പരിശീലനം നമ്മളെപ്പോലെ അല്ലാത്ത ആരോടും ഒന്നും അരുത്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ അല്ലെങ്കിൽ യാക്കോബ സഭയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു കുഞ്ഞിനെ മുക്കിയ ശേഷം മാതാപിതാക്കന്മാർക്കും തലവട്ടപ്പന്മാർക്കും കൊടുക്കുന്ന കൽപ്പന എന്താണ്? അന്യജാതിക്കാർ തുടരുത് എന്നാണ് പറയുന്നത്. എന്തു ചെയ്യുമെന്ന് പറ. ഇത് ഭ്രാന്തല്ലേ? ഏത് നിയമം വെച്ചാണ് ഇത് പറയുന്നത്? അന്യജാതിക്കാർ തൊടാതെ നിനക്ക് ജീവിക്കാൻ നോക്കുമോ കഴുതേ? അങ്ങനെ ജീവിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് ഈ പറയുന്നത്? ആരും അന്യരല്ല എന്നതാണ് ക്രിസ്തുമതം. അത് തന്നെയാണ് അദ്വൈത ഫിലോസഫിയും. ആത്യന്തികമായെല്ലാം ഒന്നാണ്. അനേകമാണ്, പലതെന്ന് പറയുന്നൊരു മിഥ്യയാണ് എന്ന സങ്കല്പം, മായയാണ്. പക്ഷേ അത് ഈ കാലത്തിൻ്റെ പരപ്പിലാകുമ്പോൾ ഇൻ ദ മാട്രിക്സ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഇറ്റ്സ് എ റിയാലിറ്റി. എന്നാൽ ബ്രഹ്മം എന്ന ദർശനത്തിൽ കൂടെ നോക്കുമ്പോൾ ഇത് മായയാണ്. The one becomes many when it enters the domain of space and time. അത് ഗ്രീക്ക് ഫിലോസഫിയിലും അങ്ങനെയാണ്. എസെൻസ് ആൻഡ് എക്സിസ്റ്റൻസ്. എസെൻസ് ഒന്നാണ്, അത് ദൈവമാണ്. അത് എക്സിസ്റ്റൻസിലോട്ട് വരുമ്പോൾ അത് അനേകമായി തീരുന്നു. ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു പ്രകാശത്തിൻ്റെ രേഖ ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് 7 നിറങ്ങളായി മാറുന്നു. വിബ്ജിയോർ, മഴവില്ലിൻ്റെ നിറം. അത് ഏകത്വമുള്ളത് കൊണ്ട് അനേകത്വവും, അനേകത്വം ഉള്ളതുകൊണ്ട് ഏകത്വമാണ്. അല്ലാതെ ഒരിക്കലും സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളൊരു നദി, ഇപ്പോൾ ബുദ്ധ ഭഗവാന്റെ ഉദാഹരണമെടുത്താൽ അദ്ദേഹം പറയുന്നു, ഒരു നദി നദിയായി നിൽക്കുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഒരു നദിയാകണമെങ്കിൽ ഒന്ന് പലതായിരിക്കണം, എന്നാൽ മാത്രമേ ഒന്നാകാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ ഇത്രയും ജലം, 1 ബില്യൺ ലിറ്റർ ജലം അവിടെ ഉറഞ്ഞു കിടക്കുന്നു. അത് നദിയാകുകയില്ല, തടാകമാകാം. നദിയാകണമെങ്കിൽ ഒഴുകണമെങ്കിൽ ഒന്ന് മറ്റതിലേക്ക് മാറി 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 ഒന്ന് അനേകമാകുന്നതിൻ്റെ പേരാണ് ഒഴുക്ക്. ജീവൻ്റെ മർമ്മം ഒഴുക്കാണ്, കിടപ്പല്ല. കിടപ്പ് രോഗി നാം കിടപ്പ് രോഗികളാകുന്ന അവസാനമാണ്. അപ്പോൾ രാജ്യത്തെ മുഴുവനും കിടപ്പ് രോഗിയാക്കാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ എന്നൊരു ഭീതി എൻ്റെ മനസ്സിലുണ്ട്. ഇതിനെപ്പറ്റി ഏവരും ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഒരു സഖ്യ കക്ഷി ഭരണത്തിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് ആദരണീയനായ നരേന്ദ്രമോദി പ്രവേശിക്കുമ്പോൾ ഇതുവരെ ഒരു 100-125 വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിച്ച അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആവിഷ്കരിക്കപ്പെട്ടൊരു പ്രത്യയശാസ്ത്രം, അത് ഏത് പരിധിവരെ മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ നദിയിൽ കൊണ്ട് സ്ഥാപിക്കാനൊക്കും. അത് ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളോട് ഒന്ന് കൂട്ടിയിണക്കുമ്പോൾ അഡാപ്റ്റ് ചെയ്യണ്ടേ? ഇപ്പോൾ കൊലീഷൻ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ സഹപ്രവർത്തകരായ സഖ്യകക്ഷികളുടെ താല്പര്യങ്ങൾ കൂടെ പരിഗണിച്ച് തൻ്റെ
നിലപാടിനെ ഒന്ന് അഡാപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ 100 വർഷങ്ങൾക്ക് മുൻപ് 125 വർഷങ്ങൾക്ക് മുൻപ് ആവിഷ്കരിക്കപ്പെട്ട ഈ ഒരു ദർശനം, വൺ നേഷൻ, വൺ കൾച്ചർ, വൺ അൾട്ടിമേറ്റ്ലി വൺ റൂളർ, വൺ ടാക്സ്, ഇത് ഒരിക്കലും പ്രാവർത്തികമല്ല. വൺ ഇലക്ഷൻ. ഈ 1-1-1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനകത്തെ കാര്യം? അപ്പോൾ ഇത് അത് ഏകത്വം ആവശ്യമാണ്, പക്ഷേ അത് മാത്തമാറ്റിക്കൽ ഏകത്വമല്ല, അത് സ്പിരിച്വൽ ആൻഡ് ഫിലോസോഫിക്കൽ ഏകത്വം. അതിനകത്ത് അനേകത്വം ഉണ്ടായേ മതിയാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു തിരിച്ചറിവുണ്ടാകുക, അതിൽ കൂടെ മാത്രമേ സഹിഷ്ണുതയുള്ളൊരു സംസ്കാരം, എ കൾച്ചർ ഓഫ് ടോളറൻസ് ഉണ്ടാകത്തുള്ളൂ. ഈ ഏകത്വം എന്ന് പറഞ്ഞ് അത് ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റായി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ഞങ്ങളെക്കാൾ വ്യത്യസ്തം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊന്ന് അല്ലെങ്കിൽ അടിച്ചോടിക്കണം എന്ന് പറയുന്നത്. അപ്പം 125 വർഷങ്ങൾക്ക് മുൻപ്, അല്ല 100 വർഷങ്ങൾക്ക് മുൻപ്, വീർ സാവർക്കർ 125 ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്, ഹിന്ദുത്വ. അതിനുശേഷമാണ് ഗുരു ഗോൾക്കറിൻ്റെ എ ബഞ്ച് ഓഫ് തോട്ട്സ്. അപ്പോൾ ഇവിടെ നമ്മളെക്കാൾ വ്യത്യസ്തരായ, സാംസ്കാരികമായി വ്യത്യസ്തമായ ആളുകളെ ഇവിടെ നമ്മൾ സ്വീകരിക്കരുത് എന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടായത് ആ സങ്കുചിതമായ കാലഘട്ടത്തിലുണ്ടായതാണ്. നാം പുറകോട്ടല്ല സഞ്ചരിക്കേണ്ടത്, മുൻപോട്ടാണ് സഞ്ചരിക്കേണ്ടത്. നദി പുറകോട്ടല്ല ഒഴുകുന്നത്, മുൻപോട്ടാണ് ഒഴുകുന്നത്. അത് ജീവൻ്റെ പ്രമാണമാണ്. പുറകോട്ടുള്ള ഒഴുക്ക് മരണമാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി മരിക്കുമ്പോൾ അവനെ കുഴിയിലോട്ട് ഇടുന്നത്. ഈ രാജ്യത്തെ കുഴിയിലിടരുത്. ഈ രാജ്യത്തിന് മുൻപോട്ട് പോകണം, നമുക്ക് ഒരുമിച്ചൊഴുകണം. അതാണ് ഏകത്വം. ഡൈനാമിക് യൂണിറ്റി, നോട്ട് കോപ്സ് ലൈക്ക് യൂണിഫോമിറ്റി. ഇത് ഒരു ദർശനമായി നമുക്ക് സ്വീകരിപ്പാൻ കഴിയണം. ഇതിനെപ്പറ്റി വേണ്ടതുപോലെയുള്ള ഒരു നാഷണൽ ഡിബേറ്റ് ഉണ്ടാകണം. നമ്മുടെ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം മൗലികമായ ഒരാശയത്തെപ്പറ്റിയും പൊതുബുദ്ധിയിൽ, പബ്ലിക് അവയർനെസ്സിൽ ഒരു ഡിബേറ്റ് ഉണ്ടാകുന്നില്ല. ആരും ചിന്തിക്കുന്നില്ല, ആശയവിനിമയം നടത്തുന്നില്ല, ആരും ആരെയും ചോദ്യം ചെയ്യുന്നില്ല. അയൺ മസ്റ്റ് ഷാർപ്പൻ അയൺ. എന്നാൽ മാത്രമേ നമുക്ക് മേന്മയുണ്ടാകുകയുള്ളൂ. വി മസ്റ്റ് ഷാർപ്പൻ ഈച്ച് അതേഴ്സ് തിങ്കിങ്. വൈ ആർ വി സോ സ്കെയർഡ് ഓഫ് തിങ്കിങ്? ആളുകൾ ചിന്തിച്ചാൽ എന്ത് അപകടം വരുമെന്നാണ് ഈ പറയുന്നത്. ഉടനെ ചിന്തിക്കുന്നവർ ഏർബൻ നക്സലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ അപകടമാണെന്നൊക്കെ, അതൊരു രോഗമാണിത്. ഇറ്റ് ഷോസ് എക്സ്ട്രീം ഇമോഷണൽ ഇൻ്റലക്ച്വൽ ഇൻസെക്യൂരിറ്റി. അതൊരു രാജ്യത്തിന് അപകടമേ വരുത്തുകയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ നന്മയെയും ഭാവിയെയും വിലമതിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ കൂടെ പങ്കിടുന്ന എൻ്റെ ഈ പ്രത്യേകമായ ചിന്താഭാരം അതിലർത്ഥമുണ്ട് എന്ന് തീർച്ചയായും മനസ്സിലാക്കും. ഈ പോക്ക് അപകടത്തിലേക്കാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. അതിന് മുന്നോടിയാണ് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ ജർമ്മനിയും. അവിടെ നടന്നത് ഇവിടെ ആവർത്തിക്കാതിരിക്കട്ടെ, അത്രമാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് ഈ ഇലക്ഷനിൽ അനുഭവിച്ച കാര്യങ്ങളിൽ കൂടെയെങ്കിലും ഈ പ്രകൃതി വിരുദ്ധമായ ഏകത്വം എന്ന ആശയത്തെ, ജീവൻ്റെ മർമ്മത്തോട് അടുത്ത് നിൽക്കുന്ന ആ ഏകത്വം, ആ ഏകത്വത്തിൽ അനേകത്വം അനിവാര്യമാണ്. അനേകത്വത്തെ ഉൾക്കൊണ്ട് അതിനെ ഒരു ദിശയിലേക്ക് മനോഹരമായി സംഘടിപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഏകത്വം, എല്ലാവർക്കും ഇടമുള്ള ഏകത്വം, എല്ലാവരുടെ കഴിവിനെയും ഉൾക്കൊണ്ട് അതിമനോഹരമായ ഒരു രാഷ്ട്ര അവബോധ നിർമ്മാണത്തിൻ്റെ ഏകത്വം, അത് നമ്മുടെ കാലത്തുണ്ടാകട്ടെ. അപ്രകാരമുള്ള ഒരു ദർശനം ഈ രാജ്യത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.